നമസ്കാരം. വേനൽ മഴ പെയ്തു തുടങ്ങി. ഇനി മൺസൂൺ കാലമാണ്. ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് മഴക്കാലം. മഴക്കാലത്തുണ്ടാകുന്ന വാഹന അപകടങ്ങൾ എങ്ങനെ തടയാം? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മളുടെ വാഹനത്തിൽ മഴക്കാല അപകടങ്ങൾ തടയാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. മഴക്കാലത്തുണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ ഒരു പ്രധാന കാരണം വിസിബിലിറ്റി ഇഷ്യൂ ആണ്. അതായത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് പുറത്തെ റോഡ് വ്യക്തമായി കാണാൻ പറ്റാത്ത ഒരവസ്ഥ. നിങ്ങൾക്കറിയാം, നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ, അതായത് ഗ്ലാസിന് മുകളിൽ അഴുക്കും ഓയിലും പൊടിയും ഒക്കെ പറ്റിയിരിക്കും. നമ്മളത് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതൊരു ലെയറായി രൂപപ്പെട്ട് വൈപ്പർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ചെറിയൊരു മഴവിൽ രൂപത്തിൽ നമ്മുടെ കാഴ്ച മറയ്ക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാഴ്ച മറയ്ക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏക പരിഹാരം നിങ്ങളുടെ വിൻഷീൽഡ് ഗ്ലാസ് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. വാഹനത്തിനുള്ളിൽ മൈക്രോ ഫൈബർ പോലെയുള്ള ഒരു ക്ലോത്ത് സൂക്ഷിക്കുക. അതുപയോഗിച്ച് നിങ്ങളുടെ ഗ്ലാസ് വൃത്തിയായി വെക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വിൻഷീൽഡ് വാഷർ ടാങ്കിൽ വാഷർ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. മഴക്കാലത്ത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഡ്രൈവറിൻ്റെ വിസിബിലിറ്റിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് ഈ വൈപ്പർ ബ്ലേഡുകൾ. തേഞ്ഞു തീർന്ന വൈപ്പർ ബ്ലേഡുകൾ, അല്ലെ കാലപ്പഴക്കമുള്ള വൈപ്പർ ബ്ലേഡുകൾ, ഇവയെല്ലാം അപകടം വിളിച്ചു വരുത്തും. സാധാരണ കണ്ടുവരുന്നത് വർഷങ്ങളോളം ഈ വൈപ്പർ ബ്ലേഡുകൾ നമ്മൾ മാറ്റാതെ ഉപയോഗിക്കാറുണ്ട്. നിർമ്മാതാക്കൾ പറയുന്ന കാലയളവിൽ ഈ വൈപ്പർ ബ്ലേഡുകൾ മാറ്റുക. ഈ വൈപ്പർ ബ്ലേഡുകൾ നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കുക. ഇനി പൊട്ടലോ തേയ്മാനമുണ്ടെങ്കിൽ ഉടനടി തന്നെ വൈപ്പർ ബ്ലേഡുകൾ മാറ്റുക. മഴക്കാലത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് വാഹനത്തിൻ്റെ ടയറുകൾ. മഴക്കാല അപകടങ്ങളുടെ പ്രധാന വില്ലൻ തേഞ്ഞു തീർന്ന ടയറുകളാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറുകൾ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. ട്രെഡ് വെയർ ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ ടയറിൻ്റെ ട്രെഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടയറുകൾ പരിശോധിക്കേണ്ട വിശദമായ വീഡിയോ MED കേരള ഫേസ്ബുക്ക് പേജിൽ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഈ വാഹനത്തിൻ്റെ ടയർ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതിലൊരു ആണി തറച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതുപോലുള്ള പരിശോധനകൾ നമ്മൾ നടത്തിയില്ലെങ്കിൽ ടയറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വഴിയിൽ ടയർ പഞ്ചറാകുകയും വഴിയിൽ മഴക്കാലത്ത് നമ്മൾ കുടുങ്ങിപ്പോവുകയും ചെയ്യും. വാഹനം ഓടിക്കുന്ന നമുക്കെല്ലാം ഒരു പ്രശ്നമാണ് ഈ ടയറുകൾ സമയത്ത് മാറാതിരിക്കുക എന്നുള്ളത്. നാളെ ആകട്ടെ കുറച്ചുകൂടി തേയട്ടെ ഒക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കും. ഓർക്കുക, നാളെ ആകെങ്കിൽ ഏറെ വൈകിടും. മഴക്കാല ഡ്രൈവിങ്ങിൽ ടയറുകളോളം പ്രാധാന്യമുള്ള ഒന്നാണ് ബ്രേക്കുകൾ. മഴക്കാലത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്കുകൾ പരിശോധിക്കുക. ബ്രേക്ക് പാഡുകൾ തേഞ്ഞിട്ടുണ്ടോ, വാഹനത്തിൽ ബ്രേക്ക് ഫ്ലൂയിഡ് കൃത്യമായ അളവിലുണ്ടോ, ഇവയെല്ലാം പരിശോധിച്ച് നിജപ്പെടുത്തുക. അതുപോലെ തന്നെ മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു ഘടകമാണ് ബാറ്ററി. ബാറ്ററി ടെർമിനലുകൾ ക്ലീൻ ചെയ്യുക. കേബിളുകൾ ലൂസാണോ എന്ന് പരിശോധിക്കുക. ടെർമിനലുകളിൽ പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യുക. ഏത് കാലാവസ്ഥയിലും നമ്മുടെ വാഹനത്തിന് മറ്റു വാഹനങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള മാർഗമാണ് ഈ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററുകളും. ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററുകളും പ്രവർത്തനക്ഷമമാണോ എന്ന് ദിവസവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ലൈറ്റ് കത്താതിരിക്കുക, ബ്രേക്ക് ലൈറ്റ് കത്താതിരിക്കുക, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവഗണിക്കുകയാണ് പതിവ്. ചെറിയ ചിലവ് മാത്രമുള്ള ഈ ഒരു കാര്യം വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നോർക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പുകളും പാർക്ക് ലാമ്പുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. മഴക്കാലത്ത് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇതുപോലെ ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ ഓൺ ചെയ്ത് വാഹനം ഓടിക്കുക എന്നുള്ളത്. ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹനം റോഡിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിലോ മറ്റുള്ളവർക്ക് അപായ സൂചന നൽകുവാൻ വേണ്ടിയുള്ള ലൈറ്റുകളാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ ഇങ്ങനെ ഓണായി കിടക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ദിശ മാറുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററുകളുടെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല. മഴക്കാലത്ത് നമ്മൾ നിരന്തരമായി കാണുന്ന ഒരു അപകടമാണ് ഹൈവേകളിലെ കൂട്ടിയിടി. അതൊരു വാഹനത്തിന് പിന്നാലെ മറ്റു വാഹനങ്ങൾ ചെന്നിടിക്കുക. മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കാത്തത് കൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. മഴക്കാലത്ത് നിങ്ങളുടെ വാഹനം മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക. മഴക്കാലം അപകടങ്ങളുടെയും കൂടി കാലമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മഴക്കാലത്തുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നന്ദി.